ഗുഡ് ആഫ്റ്റർനൂൺ. മൈഫിൻ്റെ പ്രീ മോണിറ്ററി പോളിസി അനാലിസിസ് മാർക്കറ്റ് ബ്രേക്കിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മോണിറ്ററി പോളിസിയുമായിട്ട് സംബന്ധിച്ചിടത്തോളം എക്സ്പേർട്ട് വ്യൂ നൽകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റും കൂടാതെ ബാങ്കിങ് ആയാലും എക്കണോമിക് മേഖലയിലൊക്കെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള ബാബു കെ എ ആണ്. അദ്ദേഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി നിലവിലിപ്പോൾ പരിശോധിക്കാം. നിലവിലെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണാണ് നിലവിലിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് മുൻ ദിനങ്ങളിലൊക്കെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും. അതായത് ഒരു നെഗറ്റീവ് ടോൺ മാറുന്നു, എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല. ഒരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു ടോണാണ് മെയിൻറ്റെയിൻ ചെയ്ത് 26,020 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. എന്നാൽ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു പുരോഗമനം ഉണ്ടാകുന്നുണ്ട്. നിലവിലിപ്പോൾ 37 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 13 ഓഹരികളിലാണ് ഇടിവുണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% ഇടിവാണ് നിഫ്റ്റി ബാങ്കും ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 59,237 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടക്കുന്നു. നിലവിൽ 7 ഓഹരികൾ ഇപ്പോൾ ഇടിവ് രേഖപ്പെടുന്നു. 5 ഓഹരികളാണ് നിലവിൽ ഇപ്പോൾ ഒരു നേട്ടം കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. കുറച്ചുകൂടെ അതായത് മോണിറ്ററി പോളിസിയുടെ ഇൻട്രസ്റ്റ് റേറ്റിനോട് കുറേയും കൂടെ സെൻറ്റിമെൻറ്റ് കാണിക്കുന്ന സൂചികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഫൈനാൻഷ്യൽ സർവീസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% ഇടിവാണ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ PSU ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവിന് ശേഷം നിലവിലൊരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു ടോണിലേക്ക് നിലവിലിപ്പോൾ PSU ബാങ്ക് സൂചിക മാറിയിരിക്കുന്നു. റിയൽറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% നേട്ടമാണ് നിലവിലിപ്പോൾ നിഫ്റ്റി റിയൽറ്റി സൂചിക നിലവിലിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഓട്ടോ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു ടോൺ. എന്നാൽ നിഫ്റ്റി IT-യിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം തുടരുന്നത്. ഈ ദിവസങ്ങളായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതായത് US-ൻ്റെ ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റേറ്റ് കട്ടിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രതീക്ഷയൊക്കെ തന്നെ നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റിവിറ്റി പകർന്നിരിക്കുകയാണ്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി IT സൂചികയ്ക്കും സാധിക്കുന്നു എന്നൊരു കാര്യമാണ് ഒരു മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് എന്നൊരു രീതിയിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ മോണിറ്ററി പോളിസി അതായത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് റിസർവ് ബാങ്ക് നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. സാധാരണ ഏതൊരു റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം നിയന്ത്രിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ച മുൻപോട്ട് നയിക്കുക എന്നതാണ് ഏതൊരു കേന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക കർത്തവ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ CPI കണക്കുകളൊക്കെ തന്നെ വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ നിലനിൽക്കുന്നത്. ചില്ലറ പണപ്പെരുപ്പമായാലും ഹോൾസെയിൽ പണപ്പെരുപ്പമായാലും ഒക്കെ തന്നെ വളരെ കുറഞ്ഞ നിരക്കിൽ നിലനിൽക്കുന്നു. രാജ്യത്തിൻ്റെ ഒരു ഗ്രോത്ത് എസ്റ്റിമേറ്റ് പരിശോധിക്കുകയാണെങ്കിലും പ്രതീക്ഷയ്ക്ക് മുകളിലേക്ക് ഒത്തുയർന്ന ഒരു കാഴ്ച. അതായത് 7% എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത് 8.2% ഒരു വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു GDP കൂടിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടും സാധിച്ചത്. ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ വളരെ വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരു ചലഞ്ചസ് ആണ് നിലവിലിപ്പോൾ കാത്തു നിൽക്കുന്നത്, അതായത് റിസർവ് ബാങ്കിനെ കാത്തു നിൽക്കുന്നത്. കൂടാതെ ഒരു രൂപയുടെ ഒരു മൂല്യം പരിശോധിക്കുകയാണെങ്കിലും രൂപയെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ നോക്കുമ്പോൾ ഒരു റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് രൂപയെ പ്രതികൂലമായിട്ട് ബാധിക്കാം. രൂപയിൽ ഇനിയും രൂപയുടെ ഒരു മൂല്യം കുറയാനുള്ള ഒരു കാരണമായിട്ടും തീരാം. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കലി പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു പണപ്പെരുപ്പം നിലനിൽക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റ് നിലനിൽക്കുന്നു. ഈ ഒരു എൻവയറോൺമെൻറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്തിനെ ഒന്നുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു റേറ്റ് കട്ടൊക്കെ തന്നെ സഹായമായേക്കാം. എന്നാൽ മറുവശത്തേക്ക് കടക്കുകയാണെങ്കിൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോവുകയാണെങ്കിൽ രൂപയിൽ ഇനിയും ഒരു ഇടിവുണ്ടാകുമോ എന്ന രീതിയിലുള്ള ഒരു ചലഞ്ചസ് നിലവിലിപ്പോൾ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കൂടി നിലനിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തെയൊക്കെ തന്നെ ഏത് രീതിയിൽ റിസർവ് ബാങ്ക് അഭിമുഖീകരിക്കും എന്നതൊക്കെ തന്നെയാണ് ഈ വരാൻ പോകുന്ന മോണിറ്ററി പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഘടകങ്ങളായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിൻ്റെ കൂടെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളുടെ ഒരു ഹെൽത്തി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. അവരുടെ ഒരു കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് കാസ റേഷ്യോകളിലൊക്കെ തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ഒരു കടമയായിട്ട് വരും. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ ഒരു PMI IIP കണക്കുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോയിലേക്ക്, അതായത് 56 എന്ന് പറയുന്ന ഒരു മികച്ച ഒരു നമ്പർ, അതായത് മാനുഫാക്ചറിങ് PMI രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചപ്പോൾ പോലും ഒരു 9 മാസത്തെ ഏറ്റവും കുറഞ്ഞ ഒരു മാനുഫാക്ചറിങ് ഗ്രോത്തിലാണ് നിലവിലിപ്പോൾ രാജ്യം സാക്ഷ്യം
സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം പരിശോധിക്കുകയാണെങ്കിൽ, അഥവാ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞതിൻ്റെ കാരണവും പരിശോധിക്കുകയാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ്പോർട്ട് ഓർഡറുകൾ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതായത് യു എസുമായിട്ടുള്ള താരിഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ചില ഡാറ്റകളും നിലവിലിപ്പോൾ സൂചിപ്പിച്ച് തുടങ്ങുന്നു. ഈ വന്നിരിക്കുന്ന ഒരു GDP പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു 8.2 എന്ന് പറയുന്ന ഒരു മാഗ്നിഫിസെൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും പ്രതിഫലിപ്പിക്കുന്നില്ല. എന്നാലും ചില ഡാറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ ചില കോർണറുകളിലൊക്കെ തന്നെ ചില രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലവിലിപ്പോൾ താരിഫ് കൊണ്ട് ഉണ്ടായി വരുന്നു എന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ ഇന്ത്യയുടെ മറ്റു രീതിയിലുള്ള മൊബൈൽ ഫോൺ എക്സ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. കറണ്ട് അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിലും ഡെഫിസിറ്റ് വർദ്ധിച്ചേക്കാം എന്നൊരു രീതിയിലേക്ക് മാറുന്നു എന്നൊരു ഘടകമുണ്ട്. കൂടാതെ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സ്പോർട്ടൊക്കെ തന്നെ മുകളിലോട്ട് പോകേണ്ട ഒരു കാരണമുണ്ട്. ഇതൊക്കെ നടക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള പല രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ ഒരു വിശദമായിട്ടുള്ള ഈ വരുന്ന മോണിറ്ററി സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു വ്യൂ പോയിൻ്റ് എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഇതിനെ കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു മോണിറ്ററി പോളിസിയിലെ പ്രധാന ചർച്ചാ വിഷയം ആകാൻ വേണ്ടിയിട്ടും പോകുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ എല്ലാ മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് സെഗ്മെൻ്റ് ആയാലും സർവീസസ് മേഖലയായാലും അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ മേഖലയായാലും ഒക്കെ തന്നെ എല്ലാ മേഖലകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ക്രെഡിറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നിലവിൽ ബാങ്കുകളുടെ ഒരു ക്രെഡിറ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് നിരക്ക് നിലവിലിപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോടൊക്കെ തന്നെ എങ്ങനെയായിരിക്കും നിലവിലിപ്പോൾ RBI പ്രതികരിക്കുക, RBIയുടെ നിലപാട് എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവ്, എങ്ങനെയായിരിക്കും RBI പ്രതികരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ളൊരു വിശദമായ ഇൻഫോർമേഷനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ബാബു KA ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ സർ ആൻഡ് വെൽക്കം ടു ദ ഷോ. Good afternoon. സാർ, ആദ്യം തന്നെ സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കാനായിട്ടുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏതൊരു സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും എപ്പോഴും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. നിലവിലെ ഒരു CPI പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഒരു 0.25 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻഫ്ലേഷൻ്റെ പ്രഷർ നിലവിലിപ്പോഴും നിലനിൽക്കുന്നില്ല. എന്നാൽ നോക്കുകയാണെങ്കിൽ രൂപയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു പ്രഷറുണ്ട്. ഈ ഒരു രീതിയിലൊക്കെയുള്ള, അതായത് ഈ ഒരു മികച്ച രീതിയിലുള്ള ഒരു GDP നമ്പർ ഒക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു CPI ഇൻഫ്ലേഷനൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ RBI എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് സാർ കരുതുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പ റേറ്റ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇപ്പോൾ അറിയാം, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം വളരെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആണ്, വിലക്കയറ്റ നിരക്കാണ് ഇപ്പോഴുള്ളത്. 0.25% എത്തിയിരിക്കുകയാണ്. 0.25% എത്തിയിരിക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിലുണ്ടായിരുന്ന 1.44% ഉണ്ടായിരുന്ന CPI റേറ്റ് എന്നാണ് അത് ഒക്ടോബർ മാസം ആയപ്പോൾ 25 ബേസിസ് പോയിന്റ്സിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം 1.19 ബേസിസ് പോയിന്റ്സ് തന്നെ ഒരു മാസം കൊണ്ട് ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വന്നിരിക്കുകയാണ്. ഇത് വളരെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് മാനേജ്മെന്റിന് ഒരു വിജയം തന്നെയാണ്. അപ്പോൾ അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും 4% ആണ്. എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് 4% ക്ലോസ് ചെയ്താൽ മതി. ആ 4% തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് +2 ഓർ -2 വരെ ആകാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു റേറ്റ് കട്ടിന് ഒരു ആവശ്യവുമില്ലാത്ത സാഹചര്യമാണുള്ളത്. അതേസമയം റേറ്റ് കട്ട് വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന മറ്റു ചില ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻഫ്ലേഷന്റെ ഒരു സാഹചര്യത്തിലേക്ക് മാത്രം നമ്മുടെ ചർച്ച ഒതുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ടുള്ള റേറ്റ് കട്ടിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇൻഫ്ലേഷൻ റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിൽ ഉള്ള നമ്പർ.
കൂടാതെ ജി ഡി പിയിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ടാം പാദത്തിലെ ഒരു ജി ഡി പി കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 7% എന്നൊരു നിരക്കിലായിരുന്നു നമ്മളൊരു അനുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പരിശോധിക്കുകയാണെങ്കിൽ 8.2% അതായത് പ്രതീക്ഷകൾക്ക് മുകളിൽ പോയിരുന്ന ഒരു ജി ഡി പി കണക്കായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു ഗ്രോത്ത് സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഒന്നുകൂടി ഒരു റേറ്റ് കട്ട് നടത്തിക്കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോ ഗ്രോത്ത് സ്റ്റാൻസ് റിസർവ് ബാങ്ക് സ്വീകരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു GDP ഗ്രോത്ത് റേറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നമുക്കറിയാം. റിസർവ് ബാങ്കിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് മാത്രമല്ല. റിസർവ് ബാങ്കിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി മാനേജ്മെന്റും അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ, റിസർവ് ബാങ്കിന്റെ ആകമാനമല്ല, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് അവർ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫ്ലേഷൻ മാനേജ്മെന്റ്, മറ്റൊന്ന് ലിക്വിഡിറ്റി മാനേജ്മെന്റ്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഗ്രോത്ത് റേറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന ഒരു വെയിറ്റേജ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഫ്ലേഷന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കമ്പല്ലിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ ഇപ്പോൾ റേറ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇല്ല, ഇപ്പോൾ ആ സാഹചര്യം ഇല്ല. ഇനി നമുക്ക് ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് 7.3% ആയിരുന്നു, 7.3%. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ നമ്പർ വെച്ച് നോക്കുമ്പോൾ GDP ഗ്രോത്ത് 8.2% വന്ന് നിൽക്കുകയാണ്. അപ്പം ഒറിജിനൽ എസ്റ്റിമേറ്റിനേക്കാൾ ഉയർന്ന, ഏകദേശം 100 ബേസിസ് പോയിന്റോളം ഉയർന്നു നിൽക്കുന്ന ഒരു GDP ഗ്രോത്ത് റേറ്റ് ആണ് നമുക്കുള്ളത്. അതിന് തന്നെ നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, മാനുഫാക്ചറിങ് അതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് അത് വളരെ കൂടിയിട്ടുണ്ട്, വളരെ ഇംപ്രസീവ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതിനേക്കാളുപരി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അഗ്രികൾച്ചറൽ ഏരിയ എന്നുള്ള കാർഷിക രംഗത്തു നിന്നുള്ള ഗ്രോത്ത് റേറ്റ് ആണ് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു ഗ്രോത്ത് റേറ്റ്. നമ്മൾ സാധാരണ ഇതിൽ അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് ഏറ്റവും താഴെ നിൽക്കുന്നതാണ്. 1%, 1.5%, 2% താഴെ നിൽക്കുന്ന റേറ്റ് ആണ്. അതിപ്പോൾ ഏകദേശം 3% മേലെ അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നു. പിന്നെ സർവീസ് സെക്ടർ ഓൾവേസ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മേലെ നിന്ന് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ്. അപ്പോൾ ഇത്തവണ മാനുഫാക്ചറിങ് റേറ്റ് ആണെങ്കിലും അഗ്രികൾച്ചർ റേറ്റ് ആണെങ്കിലും ഇംപ്രൂവ് ചെയ്തു. സർവീസ് സെക്ടർ നേരത്തെ പോലെ തന്നെ അതിന്റെ ആ ഒരു ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് 8.2% വന്നു നിൽക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. ചൈന അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ ഗ്രോത്ത് റേറ്റിന്റെ അടുത്ത് പോലും വരുന്നില്ല. 4%, 5% താഴെയാണ് നിൽക്കുന്നത് ഏറ്റവും ഇന്ത്യക്ക് പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ തന്നെ. അപ്പോൾ 8.2% ഗ്രോത്ത് റേറ്റ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 7% മേലെ ഉള്ള ഒരു ഗ്രോത്ത് റേറ്റ് മാത്രമേ ഒറിജിനൽ എസ്റ്റിമേറ്റിൽ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ 8.2% ഗ്രോത്ത് റേറ്റ് ഓൾറെഡി നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും 8% അടുത്ത ഒരു ഗ്രോത്ത് റേറ്റ് വരുമെന്ന് തന്നെയാണ് എല്ലാ പഠനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഫോർകാസ്റ്റുകളും കാണിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് വളരെ റീസണബിൾ ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ US ട്രേഡ് താരിഫ് എന്ന് പറയുന്ന വലിയൊരു ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ രാജ്യത്തിന്റെ മേലെ ഇങ്ങനെ നിൽക്കുകയാണ്. 50% താരിഫ് ചുമത്തിയിരിക്കുന്ന ഒരു ചലഞ്ച് രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനെയും കൂടെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടാണ് 8.2% ഗ്രോത്ത് റേറ്റിലേക്ക് ഈ ക്വാർട്ടറിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം, രാജ്യത്തിന്റെ വളർച്ചയിലേക്കും കൂടെ ഒരു കണ്ണുണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. അതിനനുസരിച്ചുള്ള പോളിസി ഫ്രെയിംവർക്കിൽ അത് ഫാക്ടർ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് ഉള്ള സാഹചര്യത്തിൽ ആ മാൻഡേറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലേക്ക് നോക്കുമ്പോഴും 8% മേലെ തന്നെ GDP റേറ്റ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിൽ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു കമ്പൽഷൻ, അഡീഷണൽ ആയിട്ട് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റിലുള്ള ഒരു കമ്പൽഷൻ ഇപ്പോഴില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
US-ൻ്റെ ട്രേഡ് താരിഫിനെ കൊണ്ട് സാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു GDP കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു 8.2% എന്ന് പറഞ്ഞൊരു നമ്പറാണ് വന്നിട്ടുള്ളത്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക US-ൻ്റെ താരിഫ് ഒന്നും തന്നെ ഇന്ത്യയുടെ ഈ ഒരു നമ്പർ പരിശോധിക്കുമ്പോൾ ഒരിക്കലും അഫക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ HSBC-യുടെ ഒക്കെ ഒരു മാനുഫാക്ചറിങ് PMI കണക്കുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അതായത് 56 എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. എന്നാൽ ആ 56 എന്ന് പറയുന്ന ഒരു നമ്പർ പരിശോധിക്കുകയാണെങ്കിലും അതൊരു 9 മാസത്തെ ഏറ്റവും കുറഞ്ഞ ഒരു നമ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ IIP ഡാറ്റ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ തേടി പോവുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക എക്സ്പോർട്ട് ഓർഡറുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവാണ്. ഈ ഒരു എക്സ്പോർട്ട് ഓർഡറിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US-ലേക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു താരിഫാണ്. അതായത് ഈ 50% എന്ന് പറയുന്ന ഈ ഒരു താരിഫിൽ നമ്മൾ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഐറ്റംസ് ഒരു ഇൻകോമ്പറ്റീറ്റീവായിട്ട് മാറുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ US-മായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് സാർ കാണുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ത്യയുടെ ഒരു മേജർ എക്സ്പോർട്ട് ലൊക്കേഷൻ അല്ല US-ലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഉണ്ട്. ആയിട്ടുള്ള നമ്മുടെ ട്രേഡ് വളരെ ലാർജ് നമ്പർ ആയിട്ടുള്ള ട്രേഡ് ഉണ്ട്. എങ്കിലും പെർസെൻറ്റേജ് ടേംസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഓവറോൾ മോണിറ്ററി പോളിസിയോ അല്ലെങ്കിൽ ഓവറോൾ ഇക്കോണമിയോ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ലാർജർ ഷെയർ ഓഫ് എക്സ്പോർട്ടുകൾ നടക്കുന്നത് US-ലേക്കല്ല. നമ്മൾ സർവീസ് സെക്ടറിലാണെങ്കിലും മറ്റു സെക്ടറിലൊക്കെ തന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 സെക്ടറുകളിലേക്ക് എല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു നീഡ് ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും US-ന്റെ ട്രേഡ് താരിഫ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് നമ്മളെ ഓവറോൾ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വെയിറ്റേജ് കൊണ്ടുവരുന്ന ഒരു വിഷയമല്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്കത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസത്തിന് മേലെയായിട്ട് തന്നെ ഇന്ത്യയുടെ മേലെയുള്ള ഈ ഒരു ട്രേഡ് താരിഫിന്റെ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് US-ലേക്കുള്ള എക്സ്പോർട്ട് ഓൾമോസ്റ്റ് നമുക്ക് നിന്നിരിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ ആ സാഹചര്യം നമുക്ക് ഉണ്ടാകുമ്പോൾ പോലും ഇതിനെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഡക്ഷൻ സെക്ടർ, സർവീസസ് സെക്ടർ, ഇവരിത് ഓൾമോസ്റ്റ് ഫാക്ടറി ചെയ്തിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്ത്യക്ക് ഉണ്ട്. ആ ബുദ്ധിമുട്ട് കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം ഈ ഒരു സെക്ടറിൽ ഇന്ത്യൻ ഇക്കോണമി അത് ഓൾറെഡി ഫാക്ടറി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2-3 മാസത്തിനുള്ളിൽ 50% മുഴുവൻ ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പമ്പിങ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ 75 ബേസിസ് പോയിന്റ്സിന്റെ ഒരു അപ്രന്റ് റിപ്പോ റേറ്റ് റിഡക്ഷനും 100 ബേസിസ് പോയിന്റ് ക്യാഷ് റിസർവ് റേഷ്യോ 2.5 ലക്ഷം കോടി രൂപയാണ് ഈ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പമ്പിങ് ചെയ്യാൻ സാധിച്ചത്. GST-യുടെ ഒരു റീവിസിറ്റ് കാരണം, GST റേറ്റിലുള്ള റീവിസിറ്റ് കാരണം അവിടെയും നമ്മുടെ ഇൻകം ലെവലും ലിക്വിഡിറ്റി ലെവലും കൺസംപ്ഷൻ ലെവലും നമുക്ക് വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ US ട്രേഡ് താരിഫ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമിക്ക് അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിനും MSME സെക്ടറിനും എല്ലാം തന്നെ നമുക്കത് ഫാക്ടർ ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടാണ് നമുക്ക് ഈ Q2 അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇയറിൽ നമുക്ക് അതിന്റെ വലിയ ഇമ്പാക്ട് ഇല്ലാതിരുന്നത്. അതിനർത്ഥം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ക്വാർട്ടറിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലോ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ലെന്നല്ല. തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഫാക്ടർ ചെയ്യുന്നുണ്ട്. അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് പോരുന്നുണ്ട്. ഫാക്ടർ ചെയ്തുകൊണ്ട് അതിന് ആ സിറ്റുവേഷനെ ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനെ അതിനെ മീറ്റ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ എക്സ്പോർട്ടുകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കാര്യം റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ഈ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുമ്പോൾ പോലും പുടിൻ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും, പ്രൊവൈഡഡ് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്തില്ലെങ്കിൽ. റിസോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഡീഷണൽ സപ്പോർട്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ GDP ഗ്രോത്തിന് US ട്രേഡ് താരിഫിന്റെ ഇമ്പാക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും 8% രീതിയിൽ നമുക്ക് എത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
സാർ, അതായത് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് മുമ്പുണ്ടായിരിക്കുന്ന ഒരു ജംബോ റേറ്റ് കട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം വന്നിട്ടുള്ള GST റാഷണലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള കാര്യങ്ങൾ സാർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരു CPI ഇൻഫ്ലേഷൻ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതായത് 0.25, അതായത് റിസർവ് ബാങ്കിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു സഹനപരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 4% ആണ്. അത് കുറഞ്ഞിട്ട് 2% വരെയും പോകാം, വർദ്ധിച്ചിട്ട് 6% വരെയും കടക്കാം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു 0.25% എന്ന് പറയുന്നത് അതായത് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു സ്ലോ ഡൗണിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊരു വശം കൂടി അതിനുണ്ട്. അതായത് കാര്യമായിട്ടുള്ള ഒരു കൺസംഷനിലേക്ക് ആളുകൾ കടക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻകം എത്തിച്ചേർന്നിട്ടില്ല എന്നൊരു രീതി കൂടിയാണ് ഈ ഒരു 0.25 നിലവിലിപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ റിസർവ് ബാങ്ക് നടത്തിയിരിക്കുന്ന ഒരു ജംബോ റേറ്റ് കട്ടായാലും അല്ലെങ്കിൽ GSTയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഓട്ടോ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ GDP കണക്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ CPI കുറഞ്ഞു തന്നെ നിൽക്കുന്നു. അതായത് ഒരു സപ്ലൈ സൈഡ് വളരുകയും എന്നാൽ ഡിമാൻഡ് സൈഡ് ഓഫ് ദ എക്കോണമി കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസും നിലവിലിപ്പോൾ കാഴ്ചവെക്കുന്നില്ല എന്നൊരു സിനാരിയോ നിലവിലിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ സംസാരിച്ചത് 0.25% ഇൻഫ്ലേഷൻ റേറ്റിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൺസപ്ഷൻ കുറയുന്ന ഒരു ചലഞ്ച് ഉണ്ടാവില്ലേ എന്നാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് നിൽക്കുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിങ് പവർ കൂടുകയല്ലേ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് മേലേക്ക് കയറുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ കൺസപ്ഷനുള്ള ആ പവർ താഴേക്ക് വരികയും ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിങ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ റൂറൽ ഏരിയയിൽ പോലും കൺസപ്ഷൻ ഒരുപാട് രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗുഡ് മൺസൂൺ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ടാരിഫ് സീസണിന്റെ ഇംപ്രൂവ്മെന്റുകൾ, ഓവറോൾ ക്ലൈമറ്റ് സിറ്റുവേഷൻസ്, വേറെ രീതിയിലുള്ള മറ്റു രീതിയിലുള്ള മേജർ ചാലഞ്ചസ് ഒന്നും നമുക്ക് ഇന്ത്യയിലില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ സെക്ടറിലും മാനുഫാക്ചറിംഗ് സെക്ടറിലും അഗ്രികൾച്ചർ സെക്ടറിലും വളർച്ചയല്ലേ ഉണ്ടായിട്ടുള്ളത്. ഈ വളർച്ചയ്ക്ക് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ കൺസംഷൻ, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് കൺട്രി മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 140 crores ഓഫ് ഇന്ത്യൻസ് ഇന്ത്യയിലാണ്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏറ്റവും കൂടുതൽ കൺസംഷൻ നടക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇപ്പോൾ. അപ്പൊ ഇന്ത്യയുടെ കൺസംഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറവ് വന്നിട്ടില്ല. നമ്മുടെ റൂറൽ ഏരിയയിലുള്ള കൺസംഷൻ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സെമി അർബൻ ആണെങ്കിലും അർബൻ ഏരിയയിലേക്കുള്ള കൺസംഷൻസ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് കൂടുകയും അതനുസരിച്ച് അവർക്ക് അത് കൂടുതലായിട്ടുള്ള കൺസംഷൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ലക്കിലി ഫോർ അസ് നമ്മൾ ഈ ഫുഡ് പ്രൊഡ്യൂസേഴ്സിന്റെ ഫുഡ് ഐറ്റത്തിലായിരുന്നു നമ്മുടെ റേറ്റ് മേലേക്ക് നിന്നിരുന്നത്. അഗ്രികൾച്ചർ സെക്ടറിലുള്ള കൂടുതലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കാരണം ആ സെക്ടറിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ അവിടെയുമുള്ള വിലക്കയറ്റം താഴേക്ക് നിന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിലക്കയറ്റം താഴേക്ക് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഇതാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് താഴെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇക്കോണമി താഴെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 8.2% GDP രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലല്ലോ ഒക്ടോബർ മാസത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് ഞാൻ കാണുന്നില്ല. അതേസമയം ഇൻഫ്ലേഷൻ റേറ്റ് ഒരുപാട് താഴേക്ക് പോരുകയാണെങ്കിൽ അതും ഇക്കോണമിക്ക് നല്ലതല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് 25 basis points എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് അത് മാത്രമാണ് ഫാക്ടർ ചെയ്യുന്നതെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞത് 4% എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് നമ്പർ വെക്കുകയും ±2 ഒതുക്കാൻ കാര്യം അതുകൊണ്ടാണ്. അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ 25 basis points ഉള്ള ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതേസമയം നമ്മൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വരും കാലങ്ങളിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം 2.25 2.5 മധ്യേ ക്ലോസ് ചെയ്യുമെന്നാണ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസിൽ തന്നെയാണ് നമ്മൾ ഈ വർഷം ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കില്ല മോണിറ്ററി പോളിസി ഒരു ഡിസിഷൻ എടുക്കുക. മോണിറ്ററി പോളിസി നിലവിലുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു വിഷൻ എന്താണ് മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് ഇന്ത്യയിലെ സാഹചര്യമാവും, വിദേശത്തുള്ള മറ്റു സാഹചര്യങ്ങളാവും, US ട്രേഡ് താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ടു സം അപ്പ് 25 basis points എന്നുള്ളത് അതുകൊണ്ട് മാത്രം നമ്മളതൊരു ചലഞ്ചായിട്ട് കാണേണ്ടതില്ല. കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് 8.2% GDP റേറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
സാർ, ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നുള്ള കാര്യം വളരെ വിസിബിളായിട്ട് നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഈ ഒരു ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും അതിൻ്റെ ഒരു പാസ് ആണോ, അതായത് സാധാരണക്കാരൻ്റെ ഒരു വശം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം കിട്ടി എന്നാണ് സാർ കാണുന്നത്? ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കുറയുന്നു എന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. നേരത്തെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങളുടെ മായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പ്രോഡക്ട്സുകളുടെ റേറ്റ് മേലേക്ക് കയറി നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും, കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട് ആളുകളുടെ കയ്യിൽ. GSTയുടെ റേറ്റ് റീവിസിറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഇപ്പൊ നമ്മൾ അൾട്ടിമേറ്റ്ലി GST പേ ചെയ്യുന്നത് കൺസ്യൂമേഴ്സ് ആണല്ലോ, നമ്മൾ ഇൻഡിവിജ്വൽസ് ആണല്ലോ. ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അവരാണ് അൾട്ടിമേറ്റ്ലി GST കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 18% ഉണ്ടായിരുന്ന GST ഇനി നമ്മൾ തരണ്ട എന്ന് പറയുന്ന ചില ഡിസിഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ GST ഉണ്ടായിരുന്ന താരിഫ് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫൈനലായിട്ട് നെറ്റ് സേവിങ്സ് ഉണ്ടാകുന്നത് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലല്ലേ. അവർക്ക് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു കംഫർട്ടാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ കൂടുതലായിട്ടുള്ളൊരു പർച്ചേസിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കോമൺ മാൻ കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പർച്ചേസിംഗ് പവർ കൂടുന്നതും കൺസംഷൻ കൂടുന്നതും രാജ്യത്തിന്റെ GDPയിൽ ആ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. സാർ, അടുത്തായിട്ട് ബാങ്കിങ് മേഖലയിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെഗ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ ആയാലും അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെക്ടർ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിലവിലെ ബാങ്കുകളുടെ ഒക്കെ തന്നെ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80% എന്നൊക്കെയുള്ളൊരു നിരക്കിലാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നിലവിലിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന സെഗ്മെൻറ്റുകൾക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഇപ്പോൾ ബാങ്കുകളുടെ ഒക്കെ തന്നെ കയ്യിൽ ഉണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഒരു സപ്പോർട്ടായിരിക്കും ആവശ്യമായിട്ടും വരിക? ഇന്നത്തെ സാഹചര്യത്തില് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ട്. 75 ബേസിസ് പോയിന്റ്സ് റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു ലിക്വിഡിറ്റി പമ്പിങ് ചെയ്യാൻ സാധിച്ചു. 100 ബേസിസ് പോയിന്റ് CRR റേറ്റിലുള്ള ലിക്വിഡിറ്റി അഡീഷണൽ ആയിട്ട് രാജ്യത്തേക്ക് പമ്പ് ചെയ്യാൻ സാധിച്ചു. GST റേറ്റിൽ വരുന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ കാരണം അതിനനുസരിച്ചുള്ള അഡീഷണൽ ലിക്വിഡിറ്റി നമ്മുടെ ഇക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തേക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആവശ്യത്തിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി നമ്മുടെ സാമ്പത്തിക സംവിധാനത്തിലേക്ക്, ഇക്കോണമിയിലേക്ക്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് GDP റേറ്റ് 8.2% ഗ്രോ ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ ഫിനാൻഷ്യലി എൻഡ് ആകുമ്പോൾ എല്ലാ എസ്റ്റിമേറ്റുകളും കാണിക്കുന്നത് 8% മേലെ ഒരു പക്ഷേ നമുക്ക് ഒരു GDP ക്ലോസ് ചെയ്യാൻ സാധിച്ചേക്കും, GDP റേറ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചേക്കും. US ട്രേഡ് താരിഫിന്റെ കാര്യത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുന്നത്. അതായത് US ട്രേഡ് താരിഫിന്റെ ഇമ്പാക്ട് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ഇമ്പാക്ട് അവിടെ വന്നേക്കാം. അവിടെ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, സിസ്റ്റത്തിൽ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ്. അതേസമയം 8.2% ഗ്രോത്ത് ചെയ്തപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഫിനോമിന, കാണുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻ, ബാങ്കുകളുടെ CD റേഷ്യോ, അതായത് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 80% മേലെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ചില സമയങ്ങളിൽ ചില ബാങ്കുകളിൽ 80% മേലെ CD റേഷ്യോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇൻഡസ്ട്രി ആസ് എ ഹോൾ അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ബാങ്കുകളിൽ ആകമാനം തന്നെ ശരാശരി 80% മേലെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ വരുന്ന ഒരു സാഹചര്യം വളരെ ഒരു അൺപ്രസിഡന്റഡ് ആണ്. അപ്പം 80% മേലെ ക്യാഷ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഇനി ലെൻഡ് ചെയ്യാൻ കഴിയില്ല. CRR കീപ്പ് ചെയ്യണം, മറ്റു രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളൊക്കെ ബാങ്കുകൾക്ക് ഉണ്ട്. അപ്പൊ 100 രൂപയിൽ 80% ഓൾറെഡി ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്, ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CRR റേറ്റ് മറ്റു രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളെല്ലാം മീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പോൾ അതിന്റെ അർത്ഥം ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് വായ്പ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ ക്വാർട്ടറിലേക്കും 4ാമത്തെ ക്വാർട്ടറിലേക്കാണ്.
ഏത് രാജ്യത്തിന്റെ ആവട്ടെ, ഇന്ത്യയുടെ അടക്കം ഏത് രാജ്യത്തിന്റെയും GDP ഗ്രോത്ത് കൂടുതൽ റേറ്റ് ഉള്ളത് എപ്പോഴും സെക്കൻഡ് ഹാഫ് ഇയറിലായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ആക്ടിവിറ്റീസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള സ്പെൻഡിങ്ങും എപ്പോഴും ഈ ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് ആയിരിക്കും കൂടുതൽ വരുന്നത്. ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസിയുടെ സ്പെൻഡിങ് എല്ലാം കൂടുതലായിട്ട് വരുന്നതും അപ്പോഴൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ലിക്വിഡിറ്റി പൊസിഷൻ സിസ്റ്റത്തിൽ ഇനിയും തുടർച്ചയായിട്ട് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 8% നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഗ്രോത്ത് റേറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് സൈഡിലാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും അഗ്രികൾച്ചർ സൈഡിലാണെങ്കിലും സർവീസ് സൈഡിലാണെങ്കിലും എല്ലാം തന്നെ കൂടുതൽ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ആ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വായ്പയുടെ ഉണ്ടാവണം, അവൈലബിലിറ്റി ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ബാങ്കുകളുടെ അടുത്ത് ഫണ്ട് വേണം. ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ഇപ്പോൾ മറിച്ചൊരു കാര്യമാണ്, നമ്മൾ ഇതുവരെ സംസാരിക്കാത്തൊരു വിഷയമാണ്. ബാങ്കുകളുടെ അടുത്തേക്ക് കൂടുതൽ ഫണ്ട് വരണമെങ്കിൽ ബാങ്കുകൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കൂടുതലായിട്ട് കൊടുക്കണം. ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇതുവരെയുള്ള സമയങ്ങളെല്ലാം തന്നെ ഈ 75 ബേസിസ് പോയിന്റ്സ് അപ്രന്റ് ആയിട്ട് റിപ്പോ റേറ്റ് കുറച്ചതുകൊണ്ടെല്ലാം തന്നെ ബാങ്കുകളുടെ ലോണുകളുടെ റേറ്റ് കുറച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. വായ്പയുടെ റേറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ, പക്ഷെ അതിന്റെ മറുസൈഡാണ് വായ്പയുടെ റേറ്റ് കുറയുമ്പോൾ, റിപ്പോ റേറ്റ് കുറയുമ്പോൾ ബാങ്ക് സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളുടെയും റേറ്റ് കുറയും. ബാങ്കിന്റെ ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറയുമ്പോൾ ബാങ്കിലേക്ക് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അട്രാക്ഷൻ കുറയും. അതിനുള്ള ആ ഒരു എന്താ പറയുന്ന അട്രാക്ഷൻ കുറയും, അതിനുള്ള ആകർഷണം കുറയും. അപ്പോൾ മറിച്ചൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, കൂടുതലായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കും ഷെയർ മാർക്കറ്റിലേക്കാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് അങ്ങനെ ആവുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. ആഗോള അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ബുള്ളിഷായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോഴും ഉണ്ട്. ബാങ്ക് ഡിപ്പോസിറ്റിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ന്യൂ ഡെപ്പോസിറ്റേഴ്സ്, ന്യൂ ഇൻവെസ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതലായിട്ട് അവയർനെസ് ഉള്ള ആളാണ്, എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്, അതിനെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ബാങ്ക് ഡെപ്പോസിറ്റിന് പൊതുവെ ആ ഒരു ചലഞ്ച് നിലനിൽക്കുമ്പോഴാണ് ഓൾറെഡി ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ റേറ്റ് താഴെ നിൽക്കുന്നത്. ഇനിയും ഒരു റേറ്റ് കട്ടിലേക്ക് വന്നാൽ, ഇപ്പോഴുള്ള 25 ബേസിസ് പോയിന്റ്സിന് പകരം ഇനി അടുത്ത ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി 25 ബേസിസ് പോയിന്റ്സും കൂടെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും ലോണുകളുടെ റേറ്റ് 25 ബേസിസ് ആയിട്ട് കുറയും, വായ്പയ്ക്ക് റേറ്റ് കുറയും തീർച്ചയായിട്ടും. അപ്പോൾ ഡെപ്പോസിറ്റിന്റെ റേറ്റും ബാങ്കുകൾ തീർച്ചയായിട്ടും 25% താഴേക്ക് കൊണ്ടുവരും. 25% കൂടെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോണിറ്ററി പോളിസിയുടെ മുന്നിലുള്ള ഒരു വലിയൊരു ഡിലമ്മ, ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഇനി വായ്പ കിട്ടിയാൽ മാത്രമേ GDP ഗ്രോത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുള്ളൂ. പ്രൊഡക്ഷനാണെങ്കിലും അഗ്രികൾച്ചറിനാണെങ്കിലും സർവീസ് സെക്ടറിനാണെങ്കിലും ഏത് സെക്ടറിലേക്കാണെങ്കിലും ഇനി വായ്പയുടെ പമ്പിങ് ആവശ്യമുണ്ട്. അങ്ങനെ വായ്പയുടെ പമ്പിങ് ചെയ്യാൻ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് മൊബിലൈസേഷന്റെ ആവശ്യമുണ്ട്. റേറ്റ് കട്ട് ഇനിയും താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസോഴ്സ് മൊബിലൈസേഷൻ ബാങ്കുകൾക്ക് വീണ്ടും ചലഞ്ചായിരിക്കും. ഇങ്ങനെയുള്ള ഒരു വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്തവണ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ബാങ്കുകളുടെ, അതായത് റിപ്പോ റേറ്റ് ഇനിയും, പോളിസി റേറ്റ് ഇനിയും കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് ഇൻഡസ്ട്രി വിൽ ഫേസ് എന്താ പറയുക ബിഗർ റിസോഴ്സ് മൊബിലൈസേഷൻ ചലഞ്ചസ്. ബാങ്കുകൾക്ക് ഇങ്ങനെയുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലെൻഡിങ് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും വലിയൊരു ചലഞ്ച് ഉണ്ടാവും. സാർ, നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സിനോട് തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന് കോപ്പപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ താഴ്ന്ന നിരക്കിൽ നിൽക്കുന്ന ഒരു CPI റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കൂടാതെ GDPയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറുവശം പരിശോധിക്കുകയാണെങ്കിൽ രൂപയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. കൂടാതെ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോകൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കുകളും ചെറിയ രീതിയിലുള്ള ഒരു ചലഞ്ചസ് ഒക്കെ തന്നെ നിലവിലിപ്പോൾ നേരിട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനുകളോടൊക്കെ തന്നെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ RBIയുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നാണ് സാർ കാണുന്നത്? നമുക്ക് ഒരു കാര്യം ഞാൻ ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 75 ബേസിസ് പോയിന്റ്സ് അപ്രന്റ് ആയിട്ട് റിപ്പോ റേറ്റ് കുറച്ചപ്പോഴും
100 ബേസിസ് പോയിന്റ്സ് CRR റേറ്റ് 3-4 ട്രാൻഷയിലായിട്ട് നവംബർ മാസം ആകുമ്പോഴേക്കും ലിക്വിഡിറ്റി കൊണ്ടുവരാം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചപ്പോഴും മോണിറ്ററി പോളിസി തീരുമാനിച്ചപ്പോഴും ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ക്വാർട്ടറിൽ റേറ്റ് കുറയ്ക്കുമെന്നൊക്കെ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനറലി അത് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് അറിയാമായിരുന്നു. കാരണം അന്ന് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി പറഞ്ഞിരുന്നു ഞങ്ങളിത് അപ്രന്റ് ആയിട്ട് ചെയ്യുകയാണ്, ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഇയറിന്റെ അപ്രന്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. ആ ഒരു തോട്ട് പ്രോസസ് അനുസരിച്ച് ഞാനടക്കമുള്ള ആളുകൾ, ഒരു വലിയൊരു വിഭാഗം ആളുകൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു കഴിഞ്ഞ മോണിറ്ററി പോളിസി എന്തായാലും റേറ്റ് റിവൈസ് ചെയ്യാനുള്ള സാധ്യതയില്ല, താഴേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന ഒരു തോട്ട്, ഒരു എക്സ്പെക്ടേഷൻ, അങ്ങനെയാണെങ്കിൽ ഡിസംബറിലെ മോണിറ്ററി പോളിസിയിൽ റേറ്റ് കട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ എന്നാണ്. അത് വളരെ പ്രബലമായിട്ടൊരു തോട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഒരു തോട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം, ഈ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മൾ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് പോന്നിരിക്കുന്നു. GDP റേറ്റ് ഗ്രോത്ത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മേലേക്ക് പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ട് സിറ്റുവേഷൻ വന്നു. US റേറ്റ് താരിഫിന്റെ വല്ലാത്തൊരു ഇമ്പാക്ട് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇയറിലെ നമ്പേഴ്സിലൊന്നും കണ്ടിട്ടില്ല താനും. ഒക്ടോബറിലെ നമ്പറിൽ പോലും നമുക്ക് അത്രയാകുമ്പോഴത്തേനും വലിയ ചലഞ്ചോ ഇമ്പാക്റ്റോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു താഴേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് റേറ്റ് കട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ജനറലി കാണാൻ സാധിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഇങ്ങനെയായിരുന്നു സാഹചര്യം ഈ കഴിഞ്ഞ ആഴ്ച വരെയെങ്കിലും പ്രത്യേകിച്ചും. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരു വലിയ ചലഞ്ചാണ് റുപ്പി വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീക്കായിക്കൊണ്ടിരിക്കുന്നത് എവർ ടൈം റെക്കോർഡാണ്. അതായത് എത്രയും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അൺപ്രസിഡന്റഡ് ആയിട്ടുള്ളൊരു ലോ ലെവലിലാണ് റുപ്പി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റുപ്പി ലോ ലെവലിൽ നമ്മുടെ റേറ്റ് കട്ട് എന്ന് പറയുന്നത് റുപ്പി വീണ്ടും വീക്കം ചെയ്യും. അപ്പൊ ഇനി ഒരു ഫർദർ റേറ്റ് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് വീണ്ടും റുപ്പി വീക്കം ചെയ്യുന്ന സാഹചര്യം, ഇപ്പൊ 90-ലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ 90-ന് അടുത്ത് നിൽക്കുന്ന റുപ്പി വീണ്ടും അതിന് താഴേക്ക് പോകുള്ളൂ, 90-ന് മേലേക്ക് പോകും, റുപ്പി വീക്കം ചെയ്യും. അപ്പൊ ഈ ഒരു സാഹചര്യം കൂടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, അതായത് ഡിസംബർ മാസത്തിൽ ഒരു റേറ്റ് കട്ടും കൂടെ പ്രതീക്ഷിക്കാം. 5.5% നിൽക്കുന്ന റീപ്പോ റേറ്റിനെ 5.25 അല്ലെങ്കിൽ 5% ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തേക്കാം എന്നുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിൽ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള കാരണങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ടും ഗ്രോത്ത് റേറ്റ് കൊണ്ടും GST കുറവ് കൊണ്ടും എല്ലാം നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം ഈ അഡീഷണൽ ആയിട്ടാണ് റുപ്പി വീക്കം ചെയ്യുന്ന ഒരു അഡീഷണൽ ചലഞ്ചും കൂടെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നാളത്തെ മോണിറ്ററി പോളിസിയിൽ നമുക്കൊരു റേറ്റ് കട്ടിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. അതുപോലെ തന്നെ പോളിസി സ്റ്റാൻസ് ഇപ്പോൾ ന്യൂട്രലിലാണ് നിൽക്കുന്നത്. അത് ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ പറയുന്ന ഒരു പക്ഷേ അക്കോമഡേറ്റീവ് ആയിട്ടുള്ളതിലേക്ക് തന്നെ വീണ്ടും പോയേക്കാം എന്നാണ്. ഞാൻ ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഞാനില്ല. അക്കോമഡേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു സാഹചര്യം ഇന്ന് ഇപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഇക്കോണമിയിൽ ഇല്ല. ന്യൂട്രൽ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പോ റേറ്റിലും ആ റേറ്റ് നമ്മൾ ആ സ്റ്റാൻസ് അല്ലെങ്കിൽ റിപ്പോ റേറ്റും അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ഒരു സാധ്യതയാണ് നാളത്തെ മോണിറ്ററി പോളിസിയിലും ഞാൻ കാണുന്നത്. അതേസമയം 25 ബേസിസ് പോയിന്റ്സ് വരെ ഒരു മാറ്റം വന്നേക്കാം എന്ന് ഒരു സെക്ഷൻ ആളുകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മോണിറ്ററി പോളിസിയുടെ ഒരു ഡിസിഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അടുത്ത മോണിറ്ററി പോളിസി ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം മോണിറ്ററി പോളിസി ഡിസിഷൻ വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും അവർക്ക് കമ്പൽഷൻ ഒന്നുമില്ല. ദേ ആർ ഫ്രീ ടു ടേക്ക് എ ഡിസിഷൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ച്, ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങൾ അനുസരിച്ച്, US ട്രേഡ് താരിഫിന്റെ കാര്യങ്ങൾ അനുസരിച്ച്, ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ അനുസരിച്ച്, ലിക്വിഡിറ്റി അനുസരിച്ച്, ഗ്രോത്തിനെ അനുസരിച്ച് കൊണ്ടെല്ലാം ഏത് നിമിഷവും യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യവും പവറും അധികാരവും ഉള്ളതാണ്. അതുകൊണ്ട് നാളെ തന്നെ അങ്ങനെ നിർബന്ധമായിട്ടും റേറ്റ് കട്ട് വരണമെന്ന് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലതാനും. അതേസമയം നമ്മൾ ജനുവരിയിലേക്ക് ഫെബ്രുവരിയിലേക്ക് പോകുമ്പോഴോ അതിന് മുൻപായിട്ടോ രാജ്യത്തിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. മോണിറ്ററി പോളിസി തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് അവരുടെ ഒരു മനസ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, അടുത്തായിട്ട് ഒരു സിമ്പിൾ നോട്ടിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് നമ്മളൊരു നിക്ഷേപകനാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുക നമ്മൾ ഇതുവരെ ലഭിച്ചിരുന്ന അതേ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കണം എന്നാണ്. നേരെ മറിച്ച് നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കാണുക നമ്മുടെ EMIയുടെ ഒക്കെ തന്നെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടണമെന്നാണ്. ഇപ്രാവശ്യത്തെ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു ഫലം പരിശോധിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും സന്തോഷിക്കാനുള്ള ഒരു നറുക്ക് വീഴുക എന്നാണ് സാറ് കരുതുന്നത്?
നാളെ നമുക്ക് റേറ്റ് മാറ്റുന്നില്ലെങ്കിൽ ആർക്കും നറുക്ക് വീഴുന്നില്ല. അത് രണ്ടു കൂട്ടർക്കും അതൊരു ന്യൂട്രലായിരിക്കും. കാരണം അതിപ്പോ നമ്മൾ റേറ്റ് കുറയ്ക്കാത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ലോണുകളുടെ പലിശ ശതമാനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. നാളത്തെ എന്തായാലും നാളെ റേറ്റ് കൂട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. നാളെ റിപ്പോ റേറ്റ് കൂട്ടും, നിരക്കുകൾ കൂട്ടുമെന്ന് ഒരു ഡിസ്കഷനും ഇല്ല. നിരക്കുകൾ കൂട്ടാൻ മാത്രം, അതായത് ലിക്വിഡിറ്റി സക്കിങ് ചെയ്യാനുള്ള നമ്മൾ റേറ്റ് കൂട്ടുമ്പോൾ സിസ്റ്റത്തിലുള്ള ലിക്വിഡിറ്റി സക്കിങ് ചെയ്താണ് നമ്മൾ പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് അത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു കമ്പൽഷൻ ഇപ്പോഴില്ല. അതുകൊണ്ട് റിപ്പോ റേറ്റ് നാളെ കൂട്ടുമെന്നൊരു ഡിസ്കഷൻ ഒരിക്കലുമില്ല. പിന്നെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മളൊരു ഡിസ്കഷനിൽ വരുന്നത്, ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പോസിബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായ്പയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയും. അത് വായ്പ എടുത്തിരിക്കുന്ന ആളുകൾക്കും ഇനി വായ്പ എടുക്കാൻ പോകുന്ന ആളുകൾക്കും അത് തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അതേസമയം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഡെപ്പോസിറ്റുകൾ ആ കാലാവധി ആവുന്നത് വരെ ആ റേറ്റ് എല്ലാം ഇനി അവർക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ ഒരു കരാറിന്റെ സ്വഭാവം. അതേസമയം പുതിയതായിട്ട് നിക്ഷേപിക്കുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളം പുതിയ റേറ്റ് ആയിരിക്കും, അപ്പോൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. 25 ബേസിസ് പോയിന്റ്സോ അല്ലെങ്കിൽ 10 ബേസിസ് പോയിന്റ്സോ 15 ബേസിസ് പോയിന്റ്സോ എത്രയാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി അങ്ങനെ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള റേറ്റ് കുറവ് ഈ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവും. അപ്പോൾ പുതിയ ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്കും പഴയ ഡെപ്പോസിറ്റ് പുതുക്കിയിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത്ര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്ക് ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അട്രാക്ഷൻ കുറഞ്ഞു വരുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോഴുള്ളത് നമ്മളുള്ളത്. മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്കിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഒരു ചലഞ്ച് ബാങ്കുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതുപോലെ ഡെപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലിശ കുറയും, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് മൊബിലൈസേഷനും ഒരു ചലഞ്ചായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തൊരു തീരുമാനമാണ് ഈ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു ബാബു സാർ. ഈ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു പ്രീ അനാലിസിസിൽ ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള KA ബാബു ആയിരുന്നു നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ ഒരു മോണിറ്ററി പോളിസിയിൽ ഒരു റേറ്റ് കട്ടിന്, അതായത് ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത ഏകദേശം ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ മാക്സിമം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാം. എന്തായാലും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാർക്കറ്റ് ബ്രേക്കിൻ്റെ ഈ ഒരു സെഷനിൽ നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നമ്മുടെ മറ്റ് പ്രോഗ്രാംസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.